വാർത്താ നേരം ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ആനിഹാൾ റോഡിലെ ജയലക്ഷ്മി സിൽക്സിൽ തീപിടുത്തം. 12 ഫയർ എഞ്ചിനുകളുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമം. പാർക്കിംഗ് ഏരിയയിലെ കാറുകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട്. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം സ്വയം കത്തിയതാകാമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. രാസവസ്തുക്കൾ തീപിടിക്കാൻ കാരണമായി. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്ക് രാസമാറ്റം ഉണ്ടാകുമെന്നും റിപ്പോർട്ട്. കൊച്ചിയിൽ രാസവാതക ചോർച്ച. കങ്ങരപ്പടിയിലെ അദാനി ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തി. ഇടപ്പള്ളി, കാക്കനാട്, കളമശ്ശേരി ഭാഗങ്ങളിൽ രൂക്ഷഗന്ധം. ചോർന്നത് പാചകത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ ഗന്ധം നൽകുന്ന രാസവസ്തു. അപകട സാധ്യത ഇല്ലെന്ന് അധികൃതർ. ജനങ്ങൾക്ക് ഇരുട്ടടിയായി പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കം. സർവത്ര മേഖലയിലും വിലക്കയറ്റം. ഇന്ധനവില 2 രൂപ കൂടി. മദ്യത്തിനും ജീവൻ രക്ഷാമരുന്നുകൾക്കും വർദ്ധിച്ച വില പ്രാബല്യത്തിൽ. കരിദിനം ആചരിക്കാൻ UDF. രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും മാനനഷ്ട കേസ്. പുതിയ കേസ് RSSനെതിരായ വിമർശനത്തിന്റെ പേരിൽ. രാഹുൽ ഈ മാസം 11-ന് വയനാട്ടിൽ. ISL മത്സരം പൂർത്തിയാക്കാതെ കളം വിട്ട ബ്ലാസ്റ്റേഴ്സിന് പിഴ. 4 കോടി പിഴ കൊടുക്കണമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. മോശം പെരുമാറ്റത്തിന് പരസ്യമായി മാപ്പ് പറയണം. ക്ഷമാപണം ഇല്ലെങ്കിൽ പിഴ 6 കോടിയാകുമെന്നും ഫെഡറേഷൻ. IPL-ലെ നിലവിലെ ചാമ്പ്യന്മാർക്ക് ജയത്തോടെ തുടക്കം. ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തകർത്ത ഗുജറാത്ത് ടൈറ്റൻസ്. 2 മത്സരങ്ങൾ ഇന്ന്. കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. ഡൽഹിക്ക് ലക്നൌ എതിരാളി.